തിരുവചനം ഇപ്രകാരം പറയുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. അപ്പോൾ ജീവനുള്ളവരായ നാം കർത്താവിനെ സ്തുതിക്കണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സ്വർഗവാണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് കോളിലേക്ക് പോകാം. ഓക്കെ. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നത്? ഇത് എന്റെ പേര് പുഷ്പ എന്നാണ്. ഞാൻ തിരുവനന്തപുരം തക്കാടുന്നാണ് വിളിക്കുന്നത്. പുഷ്പ. ഓക്കെ ആന്റി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇവിടെ ഞാന്, എന്റെ ഭർത്താവ്, മോളും ഉണ്ട്. ഓക്കെ. മിനിഞ്ഞാന്ന് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴത്തേക്ക് എനിക്ക് വിളിക്കണമെന്ന് തോന്നി. അതിനകത്ത് നമ്പർ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ ആന്റി, അപ്പൊ ഒത്തിരി സന്തോഷം. ആന്റി കാണുന്നുണ്ടല്ലോ, ഇനി തുടർന്ന് കാണണം കേട്ടോ. കാണാം. അതെ, എനിക്ക് ഞാൻ അതിനകത്ത് ഈ പാട്ട് ഇടുമായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഈ ലോകം മുഴുവൻ സുഖം പകരാനായി മേഘദീപിന് ആ പാട്ടൊന്ന് കേൾക്കാനായിട്ടാണ്. ഏത് പാട്ടാ മനസ്സിലായില്ല? ഏത് പാട്ടായിരുന്നു? ലോകം മുഴുവൻ സുഖം പകരാന് ആ പാട്ട്. ഓക്കെ ആന്റി, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. എല്ലാരെയും തിരക്കിന്ന് പറഞ്ഞേക്കണം കേട്ടോ. വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഈ പാട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആന്റി, ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാമോ? ഒരു 2 വരി പാട്ട് പാടാമോ? ഞാനോ? പാടാം. ഓക്കെ, പാടിക്കും. ലോകം മുഴുവൻ സുഖം പകരാനായി മേഘദീപമേന്തി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി മേഘദീപമേന്തി തുറക്കൂ. പതന നിവാരണ കനിവിനുറവേ, കാട്ടിൽ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി മേഘദീപമേന്തി തുറക്കൂ. ഹലോ ആന്റി, വളരെ മനോഹരമായിട്ട് പാടി കേട്ടോ. വളരെ നന്നായിട്ട് പാടി. നല്ലതായിട്ട് പാടി കേട്ടോ. അറിയത്തില്ല, കാണാതെ എനിക്ക് ആ പാട്ടിന്റെ പുസ്തകമൊന്നും ഇല്ല. അത് കുഴപ്പമില്ല ആന്റി, നല്ലതായിട്ട് പാടിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ആ പേര് പോലെ തന്നെ പുഷ്പത്തിന്റെ ആ ഫ്ലവേഴ്സിന്റെ സൗന്ദര്യത്തോടെ പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആന്റി, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. എല്ലാരോടും അന്വേഷണം പറഞ്ഞേക്കണേ. എനിക്ക് അറിയത്തില്ല. ഇല്ല, അതൊന്നും കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ, ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ പുഷ്പേന്റെയാണ്. അതെ, നല്ലൊരു പാട്ടൊക്കെ സജഷൻ പറഞ്ഞു, നല്ലൊരു പാട്ട് പാടി. അതെ, അപ്പം വളരെ നന്നായിട്ട്, നല്ല മനോഹരമായിട്ട് ചിത്ര ചേച്ചി പാടിയേക്കുന്ന ഒരു പാട്ടാണ് അത്. നല്ല ഭംഗിയുള്ളയും കേൾക്കാൻ എന്താ പറയുന്നത്, ഇമ്പമുള്ള പാട്ടാണ്. ഓക്കെ, നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം. വൻഭാരങ്ങൾ
നമ്മുടെ പുഷ്പാന്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പാട്ട് പാടിയത്. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അതെ, നല്ലൊരു പാട്ടാണ്. ആ ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു സോങ് ആണ്. ഏത് സമയത്ത് നമുക്ക് പാടാൻ പറ്റിയൊരു സോങ് ആണ്. നമ്മുടെ പ്രയാസ നേരങ്ങളിലും പ്രതികൂല നേരങ്ങളിലൊക്കെ നമ്മളിത് പാടുമ്പോൾ എൻ്റെ യേശു എൻ്റെ അടുത്തുണ്ടെന്ന് പറയുമ്പോൾ ആ കിട്ടുന്നൊരു സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല. അപ്പോൾ പുഷ്പാന്റിക്ക് വേണ്ടി ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോവാം. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? അഞ്ജു ചാപ്പന്നൂന്നാണ്. ഓക്കെ, അഞ്ജുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. ഓക്കെ, ചെറിയ പിള്ളേരാണോ? ചെറിയ ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 3 വയസ്സ്. ഓക്കെ, ഞങ്ങളുടെ സ്വർഗവാണി പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ഓക്കെ, ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടാൻ പറ്റുമോ? പാടാം, അറിയത്തില്ല, എന്നാലും പാടാം. ഓക്കെ, പാടിക്കോ. യേശുവേ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനായും നിന്നെ പോലെയാകണം ഗുരുവൻ, ശിഷ്യനാകുന്ന നിന്നെ പോലെയാകണം ഗുരുവൻ. ഓക്കെ അഞ്ജു, നല്ലതായിട്ട് പാടി കേട്ടോ, നല്ലതായിട്ട് പാടി. അപ്പോ ഇന്ന് ഞങ്ങൾ അഞ്ജുവിന് വേണ്ടി ഏത് പാട്ടാ പാടിത്തരണ്ടേ? ഈ പാട്ട് തന്നെ ഇഷ്ടം, ഇനി ഭയങ്കര പാടി തരണമെന്ന് ആഗ്രഹം. അതെ, ഓക്കെ ഓക്കെ, നല്ല പാട്ടാണ്. യേശുവിന്റെ കൂട്ട് രൂപവും ഭാവവും ഒക്കെ നമ്മളെ കർത്താവ് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നില്ലയോ? അതെ അതെ. ഓക്കെ, അപ്പൊ ആ കർത്താവിനെ പോലെ നമ്മുടെ സ്വഭാവവും രീതികളൊക്കെ മാറണം. അതെ, നമ്മളെല്ലാവരും നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ ബലഹീനതകൾ ഉണ്ടാകാറുണ്ട്. എങ്കിലും ദൈവത്തിന്റെ സന്നിധി നമ്മളൊന്ന് ക്ഷമ ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് ക്ഷമ തരുന്ന നല്ലൊരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ അഞ്ജു, അപ്പൊ അഞ്ജുവിന് വേണ്ടി ഞങ്ങൾ ആ പാട്ട് പാടാം. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കുക, ഞങ്ങളുടെ പ്രോഗ്രാമുകൾ കാണുക. നിങ്ങളൊക്കെ പ്രേക്ഷകരാണ് ഞങ്ങളുടെ ബ്ലെസ്സിങ്ങും ഞങ്ങളുടെ വിജയത്തിന് പിന്നില്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ അഞ്ജു. കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരോടും അന്വേഷണം പറയണം. ഓക്കെ ഓക്കെ. അപ്പം ചാത്തന്നൂരിൽ നിന്ന് വിളിച്ച നമ്മുടെ അഞ്ജുവിന് വേണ്ടി നമുക്കൊരു പാട്ടിലേക്ക് പോകാം. അപ്പം യേശുവെ പോലെ ആകുവാൻ, യേശുവെ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. ആ പാട്ടാണ് അഞ്ജു പറഞ്ഞേക്കുന്നത്. നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അഞ്ജുവിന് വേണ്ടിയിട്ട് അഞ്ജു പറഞ്ഞ പാട്ട് പാടാൻ നമുക്ക് കഴിഞ്ഞു. ഒക്കെ വളരെ അർത്ഥവത്തായ വരികളാണ്. അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. യേശുവേ നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം. നമ്മുടെ കർത്താവിനെ നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിൽ ഏറ്റവും വലിയ സൗന്ദര്യമായിരിക്കും അത്, ഇല്ലേ? അപ്പോൾ അഞ്ജുവിന് ഈ പാട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം ഇതുപോലെ തന്നെ അഞ്ജുവിൻ്റെ കൂടെ ഇരിക്കട്ടെ.
അപ്പോൾ അടുത്ത കുടുംബത്തെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതെ അതെ. അപ്പോൾ നെക്സ്റ്റ് കോളറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. ഓക്കെ. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ ഈ ഇടുക്കി നെടുങ്കണ്ടത്തുനിന്ന് ലിസിയാണ്. ഇടുക്കി നെടുങ്കണ്ടത്തിൽ നിന്ന് ലിസി. ആ, ലിസി. ഓക്കെ ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു മക്കളെ. സുഖമായിട്ട്. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ടോ? എന്നും കാണും. ഇന്ന് രാവിലെ കൂടെ കണ്ടു. ഓക്കെ ആന്റി, ഒത്തിരി സന്തോഷം ആന്റി ഈ പ്രോഗ്രാം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എനിക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. അവർക്ക് എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? അവര് മോള് പിന്നെ ഒരു കടയിൽ പോകുന്നു, മോന് ഒരു വണ്ടി ഓടിക്കുന്നു. ഓ ശരി ശരി. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു മക്കളെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നു അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. രണ്ടുപേരുടെ പരിപാടി നല്ല പരിപാടിയാണ്. പാട്ടൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. ഓക്കെ ആന്റി, ഇന്ന് ഫേബ അല്ല വന്നേക്കുന്നത്, ഇന്ന് ഫെബിന എന്ന് പറയുന്ന ഒരാളാണ്. ആ ഓക്കെ. അത് ഞാൻ ഹേമേനെയാണല്ലോ എപ്പോഴും കാണുന്നത്. ഓക്കെ ആന്റി, ഓക്കെ. ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാൻ പറ്റുമോന്ന്? പാട്ട് പാടിത്തരാം. ഓക്കെ പാടിക്കും. ശ്രീയേശുനാമം അതിശയനാമം ഏഴേലിക്കിന്തനാമം പാപപരിഹാരാർത്ഥം ബാധകർക്കു നൽകാൻ പാരിടത്തിൽ വന്ന നാമം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ തട്ടിത്തന്ന പാവനാമാ പുണ്യനാമം ജന്മമില്ല പാവം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം അച്ഛനെന്ന മേലെടുത്തു എന്നേശുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്യനാമം. ഓക്കെ ആന്റി, മുഴുവൻ പാടാൻ പറ്റിയല്ലോ. അതെ. ഓക്കെ ആന്റി, ഒത്തിരി നല്ലതായിട്ട് പാടി കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്, നമ്മൾ എപ്പോഴും പാടുന്ന പാട്ടാണ്. ഓക്കെ ആന്റി, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ഏത് പാട്ടാ പാടി തരണ്ടേ? മോനെ, പിന്നെ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്ന, എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ആന്റി, അത് നല്ലൊരു പാട്ടാണ് ആന്റി പറഞ്ഞ പാട്ട്. അപ്പൊ ഞങ്ങളത് പാടിത്തരാം കേട്ടോ. ഓക്കെ, എല്ലാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ആന്റി, അപ്പം അടുത്ത പ്രാവശ്യവും വിളിക്കുക. വിളിക്കും എന്റെ പൊന്നു മക്കളെ. പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓക്കെ ആന്റി, ഓക്കെ, ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് ഇടുക്കിന്ന് നിസി ആന്റിയാണ്. അതെ, നല്ലൊരു പാട്ടൊക്കെ നമുക്ക് പാടി തന്നു. തന്നെ ഈ കോള് വന്നപ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ആന്റി നല്ല പ്ലസന്റ് ആയിട്ടാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഒക്കെ എന്നും കാണാറുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം. ആന്റി പറഞ്ഞേക്കുന്ന പാട്ട് എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ. അപ്പം ഞങ്ങൾ ആ പാട്ട് ആന്റിക്ക് വേണ്ടി പാടാൻ പോവുകയാണ്. ഓക്കെ.
അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമായിരുന്നു, ഒരു വർഷിപ്പ് സോങ് ആയിരുന്നു. നമ്മുടെ നിസി ചേച്ചിക്ക് വേണ്ടി നമ്മൾ പാടിയ പാട്ടാണ്. നിസി ചേച്ചി ഒത്തിരി ധാരാളം അനുഗ്രഹിക്കട്ടെ. ചേച്ചിയുടെ സംസാരങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി സന്തോഷം. ഇനിയും സ്വർഗവാണി കാണുക. അപ്പം നമ്മുടെ നെക്സ്റ്റ് സമയം കിട്ടുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും അതെ വിളിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുക. അപ്പം നമ്മുടെ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് പോകാം. ഓക്കെ. ഹലോ, ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാ സംസാരിക്കുന്നേ? ഞാൻ മഞ്ജു ആണ്. മഞ്ജു. മഞ്ജു എവിടെ നിന്നാ വിളിക്കുന്നത്? ഞാനിപ്പം നിലമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ബാംഗ്ലൂരുള്ള ആളാണ്. എന്തോ കേട്ടില്ല. ഞാനിപ്പം നിലമ്പൂരായിരിക്കുന്നത്. നിലമ്പൂര്. ഓക്കെ ഓക്കെ. ശരിക്കും വീട് എവിടെയാണ്? ഹസ്ബൻഡ് വീട് എവിടെയാണ്? ഞങ്ങൾ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എവിടെ? ബാംഗ്ലൂർ ഇന്ദിരാനഗർ. ഇന്ദിരാനഗർ. ഓക്കെ ഓക്കെ. അവിടെയാണോ സെറ്റിൽഡ് ആയിരിക്കുന്ന? അവിടെയാണോ? അതെ അതെ, ബാംഗ്ലൂരാണ്. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഹസ്ബൻഡ്, 2 പിള്ളേര്. ഓക്കെ ഓക്കെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു? സന്തോഷമായിരിക്കും. മഞ്ജു ഞങ്ങളുടെ പ്രോഗ്രാം കാണാറുണ്ടല്ലോ, സ്വർഗവാണി? കാണാറുണ്ട്. ഓക്കെ. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. മഞ്ജു പാട്ട് പാടാൻ അറിയുന്ന ആളാണോ? പാടും ചെറുതായിട്ട്. ഓക്കെ. ഒരു പാട്ട് പാടിക്കോ. ഞങ്ങൾക്ക് വേണ്ടി 2 പേര് പാടി തരാമോ? ശരി. ഓക്കെ. പാടി പുകഴ്ത്തിട ദേവദേവനെ കൃപകളോടെ എന്നും മാറായേറ്റുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നും മാറായേറ്റുവേ നാം പാടി പുകഴ്ത്താം. ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ ഞാനും വാഴ്ത്തി പുകഴ്ത്തിടുമേ. അപ്പൊ ഓക്കെ മഞ്ജു, മനോഹരമായിട്ട് തന്നെ പാടി. അല്ല, ബാംഗ്ലൂർ എന്നൊക്കെ ആണെന്ന് വിചാരിച്ചപ്പോ ഞങ്ങളൊരു കന്നഡ സോങ് പ്രതീക്ഷിച്ചായിരുന്നു. ഓക്കെ മഞ്ജു, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു കന്നഡ സോങ് പാടണം. തീർച്ചയായിട്ടും. ഓക്കെ മഞ്ജു, മഞ്ജു പാടിയതുപോലെ തന്നെ പാടി പുകഴ്ത്തിടാൻ ദേവദേവനെ എപ്പോഴും നമ്മൾ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പൊ മഞ്ജുവിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ഏത് പാട്ടാ പാടിത്തരേണ്ടത്? എനിക്ക് വേണ്ടിട്ടോ ഏതാ? എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിത. ഓക്കെ ഓക്കെ, നല്ലൊരു ഒത്തിരി പാട്ടാണ്. സന്തോഷം ആ പാട്ട് പറഞ്ഞത്. അതെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നിലമ്പൂരിൽ നിന്ന് മഞ്ജു ചേച്ചിയാണ് വിളിച്ചത്. നല്ലൊരു പാട്ടൊക്കെ പാടി വിശേഷങ്ങളൊക്കെ കേട്ടു. അപ്പം സ്ഥിരമായിട്ട് നമ്മുടെ ഒരു പ്രേക്ഷകയാണ്. അപ്പം ചേച്ചി ഒരു പാട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, എണ്ണി എണ്ണി സ്തുതിക്കുക. അപ്പം ആ പാട്ട് പാടിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ.
വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ട അതെ. ഒരു പാട്ടാണ് അതെ അതെ. ഇന്ന് നമ്മള് അപ്പോൾ ഈ മഞ്ജുവിന് വേണ്ടി ഞങ്ങൾക്ക് പാടാൻ കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു നമ്മുടെ JV പീറ്ററിന്റെ, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ നല്ലൊരു ഗാനമാണ്. അതുപോലെ JV പീറ്ററിനെ പറ്റി പറയുമ്പോൾ ഒരു വാക്ക് നമ്മൾ എടുത്തു പറയണം. പാട്ടുകൾ മാത്രമല്ല, അവരുടെ ലൈവ് പ്രോഗ്രാമുകൾ ഒത്തിരി ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം JV പീറ്ററെങ്കിലും അതുപോലെ നിർമ്മല ആൻറ്റിയും കൂടെ പാടുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു അന്തരീക്ഷമാണത്. അപ്പം അത് അന്നത്തെ സമയത്തൊക്കെ അവർക്ക് കേട്ടിട്ടുള്ളവർക്കറിയാം, ഒരു വലിയ അന്തരീക്ഷമാണ് അവർ ഈ പാട്ടൊക്കെ പാടുമ്പോൾ. ഇപ്പം ഞങ്ങളൊക്കെ പാടുന്ന പോലല്ല, അവർ പാടുമ്പം വേറൊരു ആത്മീയ അന്തരീക്ഷമാണ്. അതുപോലെ ഇപ്പം അവരുടെ മോനൊക്കെ സജീവമായിട്ട് ഇപ്പോഴും ഉണ്ട്, സാങ്കി ചേനൊക്കെ. എന്തായാലും ഈ പാട്ട് അദ്ദേഹം നമുക്ക് ഈ പാട്ട് തന്നതിന് ഒത്തിരി JV പീറ്റർ അങ്കിള് നമുക്ക് ഈ പാട്ട് ഞങ്ങൾക്ക് ഏറ്റു പാടുവാനായിട്ട് തന്നതിന് ഒത്തിരി ആ കുടുംബത്തോടും ഒക്കെ നന്ദി പറയുന്നു. അപ്പം അതായത് JV പീറ്റർ അങ്കിള്, അതുപോലെ തന്നെ നമ്മുടെ ഭക്തവത്സലൻ, ഇതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമാണ് ഇവരൊക്കെ. അപ്പം എന്തായാലും ഈ പാട്ട് സജസ്റ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷം. പ്രിയ അങ്കിളിന്റെ അനുഭവത്തിലൂടെ എഴുതിയ വരികളാണിത്. അപ്പോൾ നമ്മൾ പാടുമ്പോൾ നമ്മുടെ അനുഭവത്തിലും ഇത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അനുഗ്രഹമാണ്, ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അഞ്ജുന് ഈ പാട്ട് എപ്പോഴും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ ഈ സ്വർഗവാണി പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് കോളേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയവരൊക്കെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായിരുന്നു. അപ്പം അവരെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സ്വർഗവാണിയിലേക്ക് ഇനിയും നിങ്ങൾ തുടർന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഈ സ്വർഗവാണിയുടെ ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കാണും വരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി.